ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മൗനരാഗം എന്ന സീരിയലിൻ്റെ കഥയാണ്. അപ്പോൾ അത് ഫസ്റ്റ് പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ മൗനരാഗം അടുത്ത ഭാഗം എന്തായി എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഭാഗം നമ്മളെ മനുവിൻ്റെയും മേഘ്നയുടെയും ഭാഗമാണ്. അപ്പം മനു മേഘ്ന എന്ന് പറഞ്ഞൊരു കുട്ടിയുമായിട്ടാണ് അടുത്ത ഇതിൽ ഇടപെടാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസിൽ നിന്നും ഇറങ്ങവേ അവളുടെ തോളിൽ തട്ടി, അപ്പോൾ അവളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ താഴെ വീണു. അങ്ങനെയാണ് ഫസ്റ്റ് അവൻ പരിചയപ്പെടുന്നത് അവളെ. അപ്പോൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് കാര്യങ്ങളും പേരുകളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ നമ്പറാണ്. അപ്പോൾ ഫോൺ നമ്പറും അവളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ട് രാത്രിയിൽ നോക്കുമ്പോഴത്തേക്ക് അവന് തീരെ സമാധാനമില്ല. രാത്രിയിൽ എത്തിയ ഉടനെ വീട്ടിൽ നിന്നും ഫോൺ വിളിച്ചു. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പേ തന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ പറയുന്നത് കാണാൻ സാധ്യതയില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അവൻ വീണ്ടും പറയുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെ വെച്ചാൽ കണ്ടത് എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ അവൻ ഷാഠ്യം ചെയ്ത് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ വിളിച്ച സമയത്താണ് അവൻ്റെ ഭാര്യയായ സരീവ് അങ്ങോട്ടേക്ക് കയറി വന്നത്. അപ്പോൾ സരീവിനെ കണ്ടപ്പോൾ തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെ അവളെ ഇരുത്തി അവളുമായിട്ടുള്ള ഇതില്ലായി. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വീണ്ടും വിളിക്കാം എന്നുള്ള ഇതിലാണുള്ളത്. അപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മേഘ്നയുടെ റൂമിലേക്ക് കല്യാണി കയറി വന്നു. അപ്പോൾ കല്യാണിയോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ മേഘ്ന പറയുകയും ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു, അങ്ങനെ ആകുമ്പോൾ വിട്ടുകളയാൻ പാടില്ല, നീ അവനെ ഇനിയും വിളിക്കണം, അവൻ വിളിച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവൾ ജനലിൻ്റെ കർട്ടനൊക്കെ മാറ്റുന്ന സമയത്താണ് അപ്പുറത്തെ റൂമിൽ നിന്ന് തന്നെ അവൻ എക്സസൈസ് ചെയ്യുന്നത് കണ്ടത്. അപ്പം മേഘ്ന പെട്ടെന്ന് തന്നെ കല്യാണിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് കല്യാണിയോട് പറഞ്ഞു, ഇതാണ് ആളെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവൻ ഫ്രോഡാണ്, അവന് ഇതിനെ സ്ഥിരം പല്ലവി എന്നൊക്കെ അവൾ പറഞ്ഞു, ഇതിൻ്റെ പരിഹാരം ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. അങ്ങനെ കല്യാണി വീട്ടിൽ പോയിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിരണിൻ്റെ കയ്യിൽ കൊടുത്തു ആ നമ്പർ. കിരണിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വന്നിട്ട് കിരണിനോട് അവനെ വിളിക്കാനും അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഘട്ടം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിളിക്കുകയാണ്, മനുവിനെ. കിരൺ വിളിച്ചിട്ട് പറയുകയാണ്, നിന്നെ ഒന്ന് കാണണം, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല, നമുക്ക് എവിടെയെങ്കിലും പുറത്ത് വെച്ച് കാണാമെന്ന്. അപ്പോൾ അവൻ നല്ല രീതിയിൽ തന്നെ, സാർ നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം, അവിടെ വന്നാൽ ശരിയാവില്ല, ഞാൻ അവിടെ. അപ്പോൾ ഇവൻ പറയാണ്, കിരൺ പറയുകയാണ്, അപ്പോൾ നിനക്ക് ഇതിലെന്താ പ്രത്യേകത ഉള്ളത്? കാര്യം എന്ന് പറഞ്ഞാൽ നീ ഒരുപാട് പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കതിലൊന്നും വിഷമിക്കാനൊന്നും വഴിയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാരണവശാൽ നീ ഇവിടെ എത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ഇടയിൽ മേഘ്ന മനസ്സിൽ കാണുന്ന ഒരു രൂപമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവളുടെ അർജുനേട്ടൻ്റെ രൂപം. അർജുനേട്ടനെ കുറേ ആൾക്കാർ ചേർന്നിട്ട് തല്ലുകയും ഉന്തുകയും തള്ളുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപമാണ് അവളുടെ മനസ്സിൽ തെളിയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവൾ വയറൊന്ന് തടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വയറ്റിൽ കുഞ്ഞുള്ള രീതിയിൽ അവൾ വയറൊന്ന് തടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ സമയത്ത് അതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ അടിക്കുന്നവരിലുള്ള ആരോ പറഞ്ഞു, കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആളെ മാറിപ്പോയി തോന്നുന്നു, ഇത് ഇവനല്ല, നമ്മളെ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞ് അവർ അവനെ ഇട്ടേച്ച് ഓടുകയാണ് ചെയ്തത്. കല്യാണിയോട് കിരൺ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ഞാൻ വേണ്ടത് എന്ന്. അപ്പോൾ കല്യാണി പറയുകയാണ്, കിരണേട്ടന് എന്താണോ തോന്നിയത് അതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വിളിക്കുകയാണ് അവനെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട്. അവനിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തോടെ അവൻ്റെ ചാപ്റ്റർ മാറ്റണം. അവൻ്റെ സ്വഭാവത്തിന് ഒരു കുറവും ഇല്ലല്ലോ കിരണേട്ടാ. അവന് ജന്മത്ത് മാറില്ല കല്യാണി. അങ്ങനെ മാറുകയാണെങ്കിൽ അവൻ്റെ പേരും നാളും ദിവസമൊക്കെ മാറ്റേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞത് കൊണ്ട് അവൻ പിടിക്കപ്പെട്ടു, അല്ലാതെ എത്ര പെൺകുട്ടികളെ ഇവൻ വഷളാക്കുന്നുണ്ടാവും. ഇതൊരു ബിസിനസ്സായിട്ട് എടുത്തവന് ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. നീ എന്തായാലും പോയിട്ട് മേഘ്നയോട് ഒന്ന് ഒരുങ്ങി നിൽക്കാൻ വേണ്ടി പറ. അതെന്തിനാ? അതിൻ്റെ ആവശ്യമുണ്ട്, നീ പോയി പറ കല്യാണി. മനുമല്ലേ പാത്തും പതുങ്ങിയും ഇറങ്ങുകയായിരുന്നു മേലേന്ന് താഴേക്ക്. അപ്പോഴാണ് മോള് ചായയും കൊണ്ടുവന്നത്. അപ്പോൾ പറയാണ്, മോൾ ഇത്രയും പെട്ടെന്ന് ചായ ഇട്ടോ? അപ്പോൾ ഹരി പറയാണ്, മോള് ചായ ഇട്ടു, മോള് തന്നെയാണ് ചായ ഇട്ടത്. മോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ചായ ഇട്ടല്ലേ എന്ന് പറഞ്ഞ് അവൻ ചായ കയ്യിലേക്ക് വാങ്ങിക്കുകയാണ്. ഇത് കുടിക്കും മനുവേട്ടാ, ഞാനൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാ, വന്നിട്ട് കുടിച്ചാൽ പോരെ? അതുപോലെ ഇപ്പം തന്നെ കുടിക്കണം. ഇപ്പം എക്സസൈസ് ചെയ്തതാണല്ലോ, പിന്നെ എന്തിനാണ് നടക്കാൻ വേണ്ടി പോകുന്നത്? അത് ഒരു തൃപ്തി കിട്ടിയില്ല, അതുകൊണ്ടാണ് പോകുന്നത്. ഇനിയൊന്ന് നടന്നാലേ ശരിയാവും. അപ്പോൾ ഷാരി പറയാണ്, എന്നാൽ പിന്നെ മോൻ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചായയും കുടിച്ചിട്ട് മോളുമായിട്ട് ഒന്നിച്ച് നടക്കാൻ പോയിക്കോ. അപ്പം മനു ആലോചിക്കുകയാണ്, ഭഗവാനെ, ഇനിയിപ്പോൾ ഇവളുമായിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ മോൾ ചോദിക്കുകയാണ്, എന്താ ആലോചിക്കുന്നേ? എൻ്റെ മോളെ, ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ നടക്കുമൊന്നും വേണ്ട,
അപ്പോൾ ഷാരി പറയുന്നു ഇനിയല്ലേ നടക്കേണ്ടത്, അതിന് അമ്മ അവൾക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് മോളെ കണ്ടു കഴിഞ്ഞാൽ പ്രാകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒന്നാമത് കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഷാരി അത് മോൻ പറഞ്ഞത് ശരിയാ. എന്നാലും മനോട്ടൻ്റെ കൂടെ നടക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ, കൂടെ ഉണ്ടെന്നൊന്നും പറയണ്ട, ഇടക്കിടക്ക് മുങ്ങുന്നുണ്ട്. മോളൂ നമ്മളിവിടുന്ന് പോകുന്നത് വരെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, പുറത്തുനിന്ന് കുറച്ച് സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അവരുടെ അടുത്ത് എന്നെയും കൂടി കൊണ്ടുപോയാൽ എന്താ? മോളുടെ അവസ്ഥ അറിയുന്നത് കൊണ്ടാണ് മോളെ ഞാൻ കൊണ്ടുപോകാത്തത്. ഒന്നാമതേ അന്ന് മോള് വീണില്ലേ, അതുകൊണ്ട് റോഡേതാ വഴിയേതാ എന്നറിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്, നല്ല മഴയായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഷാരി മോള് വീണെന്നോ? പിന്നല്ലാതെ. അപ്പോൾ വയറുവേദനയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോഴാണ് സമാധാനമായത്. ഷാരി എന്നിട്ടിത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനാ പറഞ്ഞത് അമ്മയെ വിഷമിപ്പിക്കണ്ട, അമ്മയോടൊന്നും പറയണ്ട എന്ന്. എന്നാൽ മോള് പോകണ്ട. അപ്പോൾ മനു പറയാം അതാ ഞാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ മോള് പറയാണ് എന്നാൽ പിന്നെ ഈ ചായ കുടിച്ചിട്ട് പോയിക്കോ. അപ്പോൾ മനു മനസ്സിൽ പറയുകയാണ് ശല്യം, അവളുടെ ഒടുക്കത്തെ ഒരു ചായ. എന്താ ചായ കുടിക്ക്. ചായ വാങ്ങിച്ച് ഒരു കവൾ കുടിച്ചിട്ട് പറയുകയാണ് ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ചായ ആണല്ലേ, മസാല ചായ. അത് തന്നെ, എങ്ങനെയുണ്ട്? സൂപ്പർ. എനിക്ക് മസാല ചായ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണല്ലേ. അപ്പോൾ ഷാരി ഞാനെന്നും മോന് മസാല ചായ ആണല്ലോ ഇട്ട് തരാറ്, അപ്പോൾ അതല്ല മോളിന്ന് അറിഞ്ഞ് മസാല ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, സൂപ്പർ. അവൻ മുകളിലോട്ട് തല ഉയർത്തി ഈ മസാലയെല്ലാം അവൾ ഇറച്ചിക്കകത്ത് ഇടേണ്ടതായിരുന്നു. അയ്യോ മുഴുവൻ കുടിച്ചില്ലല്ലോ. ഞാൻ വന്നിട്ട് കുടിക്കാം, കുറച്ചുകൂടി ഇട്ട് വെച്ചേക്ക്, ഞാൻ വന്നിട്ട് കുടിച്ചോളാം. എന്നാൽ ഞാൻ പോയിട്ട് വരാം. അമ്മേ പോയിട്ട് വരാവേ. ശരി. എന്തൊരു കെയറിങ്ങാ മോളെ അല്ലേ. അതെ അതെ, ആ നിലയിൽ എന്നെ കൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അതിനോടെന്ത് സ്നേഹമായിരിക്കും. സ്നേഹം കൊണ്ട് കുഞ്ഞിനെ കൊല്ലും, കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറില്ല. ശേഷം മനു പാത്തും പതുങ്ങിയും കിരണിൻ്റെ വീട്ടിലേക്ക് എത്തി. നീ എത്തിയല്ലേ, അവിടെ ആരെങ്കിലും കാണുമെന്നുള്ള പേടി നിനക്ക് ഉണ്ടാവും അല്ലേ. അകത്തോട്ട് വാടാ. എന്തിനാ വിളിച്ചത്? അല്ല, അത് നിന്നെ ഒന്ന് എനിക്ക് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. എനിക്കും എൻ്റെ കല്യാണിക്കും. നിനക്കെന്താ ഒരു പേടി പോലെ? അല്ല ഒന്നുമില്ല, പെട്ടെന്ന് വിളിച്ച് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കെന്തോ ഒരു സംശയം പോലെ. ഞാനിപ്പോൾ തെറ്റൊന്നും ചെയ്യുന്നില്ല കിരൺ സാറേ, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിരൺ അതെനിക്കറിയാലോ, നീ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? നീയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശരി. അതുകൊണ്ടാണ് നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിയത്. പിന്നെ നിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ്സോ? നിനക്കൊരു ബിസിനസ് ഉണ്ടല്ലോ, പെൺകുട്ടികളെ പാട്ടിലാക്കുന്ന ഒരു ബിസിനസ്, അവരുടെ പണം തട്ടുന്ന ബിസിനസ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല സാറേ, എങ്ങനെയും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം. അതിനങ്ങനെ പറ്റുമോടാ? ഏത് നാട്ടിൽ പോയാലും നിനക്ക് ഭാര്യമാരൊക്കെ ഇല്ലേ? പിന്നെ നീ ഇപ്പോൾ സരയുനെയും അവളുടെ അമ്മയെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന ആ നാടകമുണ്ടല്ലോ, കൊറിയ, ജപ്പാൻ, ഫ്രാൻസ്, ഇറ്റലി, ഇവിടെയൊക്കെ പോയാൽ ചിലപ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഫോറിൻ കൺട്രീസിലൊക്കെ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതടക്കട്ടെ, അതിനു മുമ്പേ ആരെങ്കിലും പറഞ്ഞു വിടാതിരുന്നാൽ കൊള്ളാം. ഇതേ മുകളിലൊരു രാജ്യമുണ്ടല്ലോ, സ്വർഗരാജ്യം. അതവിടെ നിൽക്കട്ടെ, വാ റൂമിലേക്ക് വാ. അപ്പോൾ അവൻ മനസ്സിൽ കാണുകയാണ്, ദൈവമേ ഇവൻ വീട്ടിൽ കയറ്റി എന്നെ ഇടിച്ച് ചമ്മന്തിയാക്കാനാണോന്നറിയില്ല. അങ്ങനെ അതും മനസ്സിൽ കരുതി അവൻ പേടിയോടെ റൂമിലേക്ക് കയറി. അപ്പോൾ കിരൺ പറയുകയാണ് വാ ഇരിക്കെ. അപ്പോഴാണ് രസം. അപ്പോഴാണ് മേഘ്ന ഒരു ട്രേയും കുറച്ച് കാപ്പിയും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ.